അപ്പോൾ നിങ്ങൾ ഇങ്ങനെയെല്ലാം ട്രൈ ആക്കുന്നെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിക്കവേ. എപ്പോൾ ഇംഗ്ലീഷ് തന്നെ മുണ്ടുന്നില്ല, കുറച്ച് മലയാളം മുണ്ടാ അല്ല, എപ്പോഴും മലയാളത്തിൽ തന്നെ മുണ്ടുന്നില്ല, കുറച്ച് ഇംഗ്ലീഷിലെല്ലാം മുണ്ടിയല്ല ഞാൻ ഇതാ. ഇത് ഞാൻ ഇങ്ങനെ കുറേ ഇട്ടോണ്ടോ എന്നിട്ട് ഇങ്ങനെ ഇരിക്കണം, ഞാൻ കുറേ തിന്നു, ഞാൻ 2 തിന്നു ഇത്ര. ഇല്ലേ എളുപ്പത്തിൽ തൊലിയെടുക്കാൻ എന്തെങ്കിലും പയ്യുണ്ടോ നിങ്ങൾക്ക് ചെലുത്തന്നറോ. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടത്തിട്ടോ കുറച്ച് ജീരകം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് നിങ്ങൾക്ക് വേണ്ടത്തിട്ടോ. അതിൻ്റെ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇടുക. പിന്നെ ഇങ്ങനെ കച്ചറ എടുത്ത് തോർത്തി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശീലം ഒരു ഉള്ളിയിൽ ചെറിയതായിട്ട് മുറിച്ചിനാഞ്ഞാൽ അഞ്ചിട്ടില്ല അത് ബാട്ടിയതിന് ശീലം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലേ തിളക്കുമ്പോൾ ഈ മുട്ട ബേസിൽ വെച്ച മുട്ടയിൽ അതൊന്നും ഇട്ട് കൊടുക്കുക. ഇത് ചൊടിച്ചിനൊന്നും തോന്നുന്നു ഒരു സൈഡിലേക്ക് തന്നെ പോയിട്ട് വീണ്. അപ്പോൾ എന്താ അതൊന്നും അവിടത്തേക്ക് വന്നിട്ട് അതിൻ്റെ പാങ്ങലൊന്ന് മിക്സ് ആക്കിയെടുത്തെങ്കിൽ സംഭവം റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയെല്ലാം ട്രൈ ആക്കുന്നെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിക്കവേ. എപ്പോൾ ഇംഗ്ലീഷ് തന്നെ മുണ്ടുന്നില്ല, കുറച്ച് മലയാളം മുണ്ടാ അല്ല, എപ്പോഴും മലയാളത്തിൽ തന്നെ മുണ്ടുന്നില്ല, കുറച്ച് ഇംഗ്ലീഷിലെല്ലാം മുണ്ടിയല്ല ഞാൻ ഇതാ. ഇത് ഞാൻ ഇങ്ങനെ കുറേ ഇട്ടോണ്ടോ എന്നിട്ട് ഇങ്ങനെ ഇരിക്കണം, ഞാൻ കുറേ തിന്നു, ഞാൻ 2 തിന്നു ഇത്ര. ഇല്ലേ എളുപ്പത്തിൽ തൊലിയെടുക്കാൻ എന്തെങ്കിലും പയ്യുണ്ടോ നിങ്ങൾക്ക് ചെലുത്തന്നറോ. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടത്തിട്ടോ കുറച്ച് ജീരകം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് നിങ്ങൾക്ക് വേണ്ടത്തിട്ടോ. അതിൻ്റെ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇടുക. പിന്നെ ഇങ്ങനെ കച്ചറ എടുത്ത് തോർത്തി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശീലം ഒരു ഉള്ളിയിൽ ചെറിയതായിട്ട് മുറിച്ചിനാഞ്ഞാൽ അഞ്ചിട്ടില്ല അത് ബാട്ടിയതിന് ശീലം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലേ തിളക്കുമ്പോൾ ഈ മുട്ട ബേസിൽ വെച്ച മുട്ടയിൽ അതൊന്നും ഇട്ട് കൊടുക്കുക. ഇത് ചൊടിച്ചിനൊന്നും തോന്നുന്നു ഒരു സൈഡിലേക്ക് തന്നെ പോയിട്ട് വീണ്. അപ്പോൾ എന്താ അതൊന്നും അവിടത്തേക്ക് വന്നിട്ട് അതിൻ്റെ പാങ്ങലൊന്ന് മിക്സ് ആക്കിയെടുത്തെങ്കിൽ സംഭവം റെഡിയായി.